ഇസ്രായേലിൻ്റെ വംശഹത്യ യുദ്ധത്തിൻ്റെ ഭീകര കെടുതികൾ നേരിടുന്നത് ഹമാസോ ഫലസ്തീനികളായ മുസ്ലിങ്ങളോ മാത്രമല്ല, ക്രിസ്ത്യാനികൾ കൂടിയാണ്. ഫലസ്തീൻ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് തുടർച്ചയായതും വ്യവസ്ഥാപിതവുമായ ഒരു രീതിയാണെന്ന് ഫലസ്തീൻ ഹയർ പ്രസിഡൻഷ്യൽ കമ്മിറ്റി ഫോർ ചർച്ച് അഫയേഴ്സ് മുന്നറിയിപ്പ് നൽകുന്നു. കുടിയേറ്റക്കാരുടെ അക്രമം, ഭൂമി കണ്ടുകെട്ടൽ, ആരാധനയ്ക്കുള്ള നിയന്ത്രണങ്ങൾ, പുരോഹിതന്മാർ, പള്ളികൾ, ആശ്രമങ്ങൾ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ എന്നിവയാണ് ഇതിന് ഉദാഹരണമായി കമ്മിറ്റി ഉദ്ധരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ പ്രദേശങ്ങളിൽ ഉടനീളമുള്ള സമൂഹങ്ങളെ ബാധിക്കുന്ന ഭൂമി കണ്ടുകെട്ടൽ ത്വരിതഗതിയിലാണ്. ഇതിൻ്റെ സൂചനയാണ് മർദയിലെ 550 ഏക്കർ ഫലസ്തീൻ ഭൂമി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ അധികൃതർ ഉത്തരവിട്ട സംഭവം. ഫലസ്തീൻ ക്രിസ്ത്യാനികൾ വൻതോതിലുള്ള സമ്മർദ്ദമാണ് നേരിടുന്നത്. ഇസ്രായേലികളുടെ അക്രമം, നിർബന്ധിത നാടുകടത്തൽ, പീഡനം എന്നിവ ഫലസ്തീൻ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പ് ഭീഷണിയാണ്. ഫലസ്തീനിലെ സഭാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രസിഡൻഷ്യൽ കമ്മിറ്റി ലോകമെമ്പാടുമുള്ള സഭാ നേതാക്കൾക്ക് ഇതു സംബന്ധമായി ഒരു അടിയന്തര അഭ്യർത്ഥന നൽകിയിരിക്കുകയാണ്. കിഴക്കൻ ജെറൂസലേം, ഗസ മുനമ്പ് എന്നിവയുൾപ്പെടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ഫലസ്തീനികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കമ്മിറ്റി തിങ്കളാഴ്ച പുറത്തിറക്കിയ ഒരു കത്തിൽ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചു. ഫലസ്തീൻ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ ഇനി ഒറ്റപ്പെട്ട സംഭവങ്ങളായി കണക്കാക്കാനാവില്ലെന്ന് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കമ്മിറ്റി തലവനുമായ റംസി ഗൗരി മുന്നറിയിപ്പ് നൽകി. ജെറൂസലേമിലെ പുണ്യസ്ഥലങ്ങളെ നിയന്ത്രിക്കുന്ന ചരിത്രപരവും നിയമപരവുമായ പദവിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ചും കമ്മിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫലസ്തീനിലെ അവസാനത്തെ പൂർണ്ണ ക്രിസ്ത്യൻ പട്ടണമായി വിശേഷിപ്പിക്കപ്പെടുന്ന തൈബയെ ഉദാഹരണമായി കമ്മിറ്റി പ്രത്യേകം എടുത്തു കാണിക്കും. ആ സമൂഹം ജനസംഖ്യയിൽ വൻ കുറവ് നേരിടുന്നതായും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി, വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും നിയന്ത്രണങ്ങളും, വിശ്വസനീയമായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഭാവം എന്നിവ കാരണം 2023 മുതൽ ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഫലസ്തീൻ വിടാൻ നിർബന്ധിതരായിട്ടുണ്ടത്രേ. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ഇസ്രായേലി കുടിയേറ്റ ആക്രമണങ്ങളും കുടിയേറ്റ വ്യാപനവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കമ്മിറ്റിയുടെ ഈ മുന്നറിയിപ്പ്. ക്രിസ്ത്യാനികൾ നേരിടുന്ന ഈ സാഹചര്യത്തെ ഫലസ്തീനികൾ നേരിടുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർതിരിക്കാനാവില്ലെന്നും കമ്മിറ്റി ഊന്നിപ്പറയുന്നു. വിശാലമായ ഫലസ്തീൻ ലക്ഷ്യത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹത്തെ വേർതിരിക്കാനാവില്ല. ഫലസ്തീനിലെ ക്രിസ്ത്യൻ സാന്നിധ്യം സംരക്ഷിക്കുക എന്നാൽ ഫലസ്തീൻ ജനതയെയും അവരുടെ അവകാശങ്ങളെയും അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുക എന്നു തന്നെയാണ് എന്നും കമ്മിറ്റി അടിവരയിടുന്നുണ്ട്. ഗസയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കിഴക്കൻ ജെറൂസലേം ഉൾപ്പെടെയുള്ള അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഫലസ്തീനികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഫലസ്തീൻ ജനതയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നായാണ് കമ്മിറ്റി കാണുന്നത്. ഐക്യദാർഢ്യ പ്രസ്താവനകൾക്കപ്പുറം നീങ്ങാനും കൃത്യമായ നടപടി സ്വീകരിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ സഭകളോടും ക്രിസ്ത്യൻ നേതാക്കളോടും കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സഭകളിൽ നിന്നുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ ആ പ്രസ്താവനകൾ നീതി, അന്തസ്സ്, ഉത്തരവാദിത്തം എന്നിവ സംരക്ഷിക്കുന്നതിലും ഫലസ്തീൻ ക്രിസ്ത്യാനികളുടെയും പുണ്യസ്ഥലങ്ങളുടെയും സംരക്ഷണത്തിലും പ്രായോഗിക നടപടികളായി മാറണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. 2026 ആരംഭത്തിനും ഓഗസ്റ്റിനും ഇടയിൽ ഫലസ്തീൻ ക്രിസ്ത്യാനികൾ പള്ളികൾ, പുണ്യസ്ഥലങ്ങൾ എന്നിവയ്ക്കെതിരായ ലംഘനങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടും സഭാ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടെന്ന് കമ്മിറ്റി അറിയിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ഫലസ്തീൻ ഭൂമിയിൽ ഇസ്രായേൽ അധിനിവേശ അധികാരികൾ നിയന്ത്രണം വ്യാപിപ്പിക്കുന്നത് തുടരുന്നതിനിടെയാണ് ക്രിസ്ത്യൻ കമ്മിറ്റിയുടെ ഈ മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന കിഴക്കൻ ജെറൂസലേം ഉൾപ്പെടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉടനീളമുള്ള വാസസ്ഥലങ്ങളിലും ഔട്ട് പോസ്റ്റുകളിലും ഏകദേശം 7,50,000 അനധികൃത ഇസ്രായേലി ജൂത കുടിയേറ്റക്കാർ നിലവിൽ താമസിക്കുന്നുണ്ടത്രേ. ഫലസ്തീൻ സഭാ അധികാരികളെ സംബന്ധിച്ചിടത്തോളം
അധിനിവേശ പ്രദേശത്തിൻ്റെ ത്വരിതഗതിയിലുള്ള പരിവർത്തനം ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ ജനതകളിലൊന്നായ അതിൻ്റെ മാതൃരാജ്യത്തിൻ്റെ തുടർച്ചയായ നിലനിൽപ്പിനും ഭീഷണിയാണ്.